കാസർഗോഡ് ജില്ല മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നുള്ള പ്ലാനോടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പൂർത്തിയാക്കാൻ പോയിട്ട് ഒരു കാൽഭാഗം പോലും പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പോയ കുറച്ച് സ്ഥലങ്ങളെ വിഷ്വൽസ് നിങ്ങളെ കാണിക്കാം. എൻ്റെ യാത്രക്കിടയിൽ ഞാൻ കണ്ട എനിക്കൊരു ഭയങ്കര സ്പെഷ്യലായി തോന്നിയൊരു മൊമെൻ്റാണത്. ഈ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് സമയം കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തു. അതിന് തന്നെ എല്ലാവരും മാക്സിമം നമ്മളെ പേജിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു വിഷ്വൽ ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കും. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രംഗം കാണാൻ കിട്ടുന്നത് വളരെ റെയറാണെന്ന് പറയാം. ആ ഒരു ഏജ് കാറ്റഗറിയിലെ ആളുകൾ കുറേ സമയം അവരുടെ കയ്യിൽ മൊബൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും പരസ്പരം ഓരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ എത്രമാത്രം മാറ്റങ്ങൾ നമുക്കിടയിൽ സംഭവിച്ചു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്നത്തെ ജനറേഷനിൽ പൂർണ്ണമായി ഇത് വിട്ടു നിൽക്കുന്നുണ്ട് എന്നല്ല, ഓരോ നാട്ടുപുറങ്ങളിലും ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെയുള്ള വിഷ്വൽസൊക്കെ കാണാൻ പറ്റും. ക്യാരം ബോർഡും അല്ലാണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നതും കൂട്ടത്തിൽ സംസാരിക്കുന്നതും ഒക്കെ കാണാൻ പറ്റുമെങ്കിലും അവർക്കിടയിൽ മൊബൈൽ എന്ന് പറഞ്ഞൊരു സംഭവം അത് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. എന്തായാലും പറഞ്ഞ് കുറച്ച് ലാഗ് ചെയ്തു. അപ്പോൾ നമ്മളെ യാത്രയെ കുറിച്ച് പറയാം. ഞാൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പറശ്ശിനിക്കടവിലേക്കാണ്. ഇതിലേക്ക് കൂടി പോയെന്ന് വെച്ചാൽ എൻ്റെ നാട് വരുന്നത് ബാനത്താണ്. ബാനം, ബിരിക്കലും, കാലിച്ചാമരം വഴി മുക്കട പാലത്തിൻ്റെ അവിടെയൊക്കെ കുറച്ച് സ്പെൻഡ് ചെയ്ത് ചീമേനി, മുണ്ടിയക്കാവ്, കോയിത്തട്ട, അങ്ങനെ കയ്യൂര്, കാലിക്കടവ് അങ്ങനെ കയറി നേരെ പറശ്ശിനിക്കടവ് ടെമ്പിളിലേക്ക് ഞാൻ പോയി. ഓരോ സ്ഥലങ്ങളിലും ഉള്ളിലോട്ട് ഒരുപാട് ഏരിയകളുണ്ട്. അവിടത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ പോകുന്ന മെയിൻ റോഡ് വഴിയും പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്ത് അവിടെ കുറച്ചൊന്ന് നിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കുറച്ച് ക്യാപ്ചർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ പോയത്. തുടക്കം ആയതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു യാത്ര പോയത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ 1 മാസത്തിന് മുകളിലായി. ഞാനിപ്പോഴാണ് ഇതിനൊക്കെ ടൈമില്ല, വർക്ക് ഉള്ളതുകൊണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും ടൈം കിട്ടില്ല. ആകെയുള്ളൊരു സൺഡേ ആണ്. ആ സൺഡേയിൽ ഫ്രണ്ടിനെയും കൂട്ടി പോയി ചെറിയൊരു ഇൻട്രോ എടുക്കും. അങ്ങനെ ആകെ കിട്ടുന്നൊരു സൺഡേ ആണ് ഞാൻ വീഡിയോ ഇൻട്രോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുക. പറഞ്ഞു വന്നത് നമ്മൾ പറശ്ശിനിക്കടവ് പോയി. നമ്മളെ കാസർഗോഡ് കണ്ണൂർ ബോർഡറായ കാലിക്കടവ് നിന്നാണ് ഞാൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ നല്ല നല്ല സ്ഥലങ്ങൾ വേറെ തേടി പുറത്തേക്കൊക്കെ പോകുന്നത്. നമ്മൾ ഫ്രണ്ട്സ് എപ്പോഴും പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് നമുക്ക് എല്ലാം കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോവാം, എവിടെയും ട്രിപ്പ് പോവാം. അപ്പോഴും നമ്മളെ ഓപ്ഷനിൽ വരിക മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ, വാഗമൺ അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാൽ നമ്മൾ നാട്ടിലെവിടെയെങ്കിലും പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഒരു ദിവസം ഏതെങ്കിലും റിസോർട്ടിലോ അല്ലെങ്കിൽ ഇന്ന് സ്പേസിൽ സ്പെൻഡ് ചെയ്യുക, അങ്ങനെ ആരും പറയാറില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ഥലങ്ങളൊന്നും പോകണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളെ നാട്ടിലെ സ്ഥലങ്ങൾ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ തന്നെ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടും. കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഈ കാസർഗോഡ് ജില്ലയിൽ ജനിച്ച ഞാൻ ഇത്രയും ചെറിയൊരു ജില്ലയായിട്ട് പോലും എത്രമാത്രം നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകളുടെയും ഉത്തരം നോ ആയിരിക്കണം. എന്നിട്ടായിരിക്കും നമ്മൾ ബാക്കി സ്ഥലങ്ങളൊക്കെ തേടി കാണാനും യാത്ര ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഇന്നത്തെ ജനറേഷൻ കൂടുതലും നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ്. ബാക്കി എല്ലാ ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ കാസർഗോഡുള്ളവർ ഭയങ്കര ലക്കിയാണ് കേട്ടോ. നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇന്ന സ്ഥലങ്ങളിൽ പോകണം, അല്ലെങ്കിൽ കൊച്ചിയിലായാലും മറൈൻ ഡ്രൈവ് പോകണം, ഇവിടെ പോകണം, അങ്ങനെ കുറേ സ്പോട്ടുകൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കങ്ങനെയല്ല. തുലാം 10 നമ്മളെ തെയ്യം തുടക്കം കുറിച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ ലാസ്റ്റ് നമ്മുടെ നീലേശ്വരം കാവിൽ കലശം ആവുന്നത് വരെ നാട്ടിലെ ഓരോ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും എല്ലായിടത്തും തെയ്യക്കെട്ടും ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും എല്ലായിടത്തും ഇതുപോലെ പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ അത് എല്ലാവർക്കും എപ്പോഴും വിസിറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ശരിക്കും നമ്മൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകാനുള്ള പ്രോഗ്രാം നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മുടെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഞാൻ ഒരു 2.5 വർഷം പുറത്ത് എറണാകുളത്താണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഭാഷേനെ ഒരുപാട് കളിയാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊരു കുറവായിട്ട് പറയുമ്പോൾ എനിക്ക് ഫീൽ ആയ കാര്യം ശരിക്കും ഒരു കൂടുതലായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ഭാഷയിലൊരു ചേഞ്ച് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം, കാസർഗോഡ് ജില്ലയിലെ എല്ലാവരും ഇതേപോലെ സംസാരിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കൂടുതലും കാഞ്ഞങ്ങാട് കഴിഞ്ഞ് പിന്നെ പാലക്കുന്ന്, കാസർഗോഡ് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാണ് കൂടുതലും ആ ഒരു പ്രോപ്പർ ഒരു വൈറലായിട്ടുള്ള ഒരു സ്ലാങ് ഉണ്ടാവുക. അപ്പം ഞാനും ഒരു കാസർഗോഡുകാരനാണ്. ഞാൻ പറയുന്ന സംസാരിക്കുന്ന രീതി എത്രമാത്രം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ യാത്രനെ കുറിച്ച് പറയുന്ന കാര്യം കുറച്ച് ഡിലേ അല്ലേ. അങ്ങനെ തിരിച്ച് കാലിക്കടവെന്ന് ചെറുത്തൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് അതുവഴി മാവുങ്കാലൊക്കെ കയറി മിൽമേൽ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഈ ഒരു സംഭവം പണ്ടൊക്കെ പറയും എല്ലാവരും മലപ്പുറമാണ് ഫുട്ബോളിൻ്റെ മെയിൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരുപാട് വീഡിയോസൊക്കെ വൈറലായത് കാണുന്നുണ്ടാവും. എത്രമാത്രം ഫുട്ബോളിനെ ആരാധിക്കുന്ന ആളുകൾ കാസർഗോഡ് ജില്ലയിലുണ്ടെന്ന് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് മാവുങ്കാൽ മിൽമേലാണല്ലേ. അങ്ങനെ മാവുങ്കാലിൽ നേരെ കോട്ടപ്പാറ, അമ്പലത്തറ, പാറപ്പള്ളി, തട്ടുമ്മൽ, ഒടയഞ്ചാല്, അട്ടേങ്ങാനം, എടത്തോട്, പരപ്പ, അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ നെക്സ്റ്റ് പോർഷൻ മാക്സിമം പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക.